പ്രോവിഡന്റ് ഫണ്ടിൽ നിന്ന് പണം പിൻവലിക്കാനുള്ള വ്യവസ്ഥകൾ ഉദാരമാക്കാൻ EPFO കേന്ദ്ര ട്രസ്റ്റി ബോർഡ് യോഗത്തിൽ തീരുമാനമായി. വിവിധ ആവശ്യങ്ങൾക്ക് പണം പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ അടിയന്തര ആവശ്യങ്ങൾക്കുള്ള പണം പിൻവലിക്കലെന്ന ഒറ്റ വകുപ്പിൽ ഏകീകരിക്കാനാണ് തീരുമാനം. PF-ൽ നിന്ന് പണം പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ആര്യ വിശദീകരിക്കും. പ്രോവിഡന്റ് ഫണ്ട് അഥവാ PF ഒരു തൊഴിലാളിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ സുരക്ഷിതത്വ ബോധമാണ്. നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ നമ്മുടെ PF-ൽ പണം കിടക്കുന്നുണ്ട്, നമുക്ക് അതിൽ നിന്ന് പിൻവലിക്കാം എന്ന ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരിക. പക്ഷേ PF-ൽ നിന്ന് പണം പിൻവലിക്കാൻ ശ്രമിച്ച അല്ലെങ്കിൽ പണം പിൻവലിച്ച ആളുകൾക്കറിയാം എത്രത്തോളം നൂലാമാലകളുണ്ട് അതിൽ നിന്ന്, ആ അക്കൗണ്ടിൽ നിന്ന് പണം നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്താൻ വേണ്ടിയെന്ന്. എന്തായാലും ആ നൂലാമാലകളൊക്കെ അവസാനിക്കാൻ പോവുകയാണ്. ഇനി പൊല്ലാപ്പുകൾ കുറയാൻ പോവുകയാണ്, ഉദാരമാക്കുകയാണ് PF. എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്ന് നമുക്ക് വിശദമായി നോക്കാം. അത്യാവശ്യ കാര്യങ്ങൾക്ക് നിങ്ങളുടെ പ്രോവിഡന്റ് ഫണ്ടിൽ നിന്നുള്ള പൂർണ്ണ തുക 100% തുകയും ഇനി മുതൽ പിൻവലിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് അത്യാവശ്യ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ കാണുന്നത് പോലെ രോഗം, നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ, നിങ്ങളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക്, നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസ ചെലവിന്, പഠന ചെലവിന് വേണ്ടിയിട്ട്, അതോടൊപ്പം തന്നെ വിവാഹം, വീട് നിർമ്മാണം, എന്തെങ്കിലും പ്രകൃതി ദുരന്തം, ഇപ്പോൾ പ്രളയം പോലെയുള്ള എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങൾ വന്നാൽ, സ്ഥാപനം അഥവാ ആ സ്ഥാപനം അടച്ചുപൂട്ടിയാൽ, ആ സ്ഥാപനം അടച്ചുപൂട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും തൊഴിലാളിക്ക് കുറേ ദിവസങ്ങൾ തൊഴിലില്ലാതെ ജീവിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള അത്യാവശ്യ സാഹചര്യങ്ങൾ, എമർജൻസി സിറ്റുവേഷൻസിൽ 100% തുകയും ഇനി മുതൽ നിങ്ങൾക്ക് പിൻവലിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതോടൊപ്പം ഏറ്റവും പ്രധാനം ഈ മാറ്റം തന്നെയാണ്. PF-ൽ നിന്നുള്ള ഫണ്ട് പിൻവലിക്കാൻ ഇനി കാരണം ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം വ്യക്തമാക്കാതെ തന്നെ ഇനി പിൻവലിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തുക പിൻവലിക്കാൻ മിനിമം സർവീസ്, നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ തുടങ്ങി 12 മാസമായി കഴിഞ്ഞാൽ EPF-ൽ നിന്ന് തുക പിൻവലിക്കാൻ നിങ്ങൾ ഇനി മുതൽ അർഹയാണ് എന്നുള്ളതാണ് മറ്റൊരു മാറ്റം എന്നുള്ളത്. അതോടൊപ്പം വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ PF-ൽ നിന്ന് ഇനി 10 തവണ നമുക്ക് തുക പിൻവലിക്കാൻ കഴിയുന്നതായിരിക്കും. അതോടൊപ്പം വിവാഹ ആവശ്യങ്ങൾക്കായി 5 തവണയും നമുക്ക് തുക പിൻവലിക്കാൻ കഴിയും. നേരത്തെ നമ്മൾ ഓർക്കണം, ഇത് 3 തവണയായിരുന്നു എന്നുള്ളത്. അതോടൊപ്പം നമ്മുടെ ഈ PF എന്ന് പറയുന്നത് തൊഴിലാളിയുടെയും തൊഴിലുടമയുടെയും വിഹിതമുണ്ട്. ഇതിൽ തൊഴിലാളിയുടെ വിഹിതത്തിന്റെ 25% മിനിമം ബാലൻസ് ആയി നിർത്താം എന്നുള്ളതാണ് മറ്റൊരു മാറ്റം. അങ്ങനെ മാറ്റങ്ങൾ വരികയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ, അത്യാവശ്യം വന്നാൽ, ഇനി പ്രൊവിഡന്റ് ഫണ്ടിന്റെ നൂലാമാലകളില്ലാതെ നമുക്ക് അർഹമായ പണം നമുക്ക് ലഭിക്കും.